യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം. ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ഇതാ, ദമ്മേശെക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യ കൂമ്പാരമായി തീരും. അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും. ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു കിടക്കും. എഫ്രയീമിൽ കോട്ടയും ദമ്മേശെക്കിൽ രാജത്വവും ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും. അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ വിള ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും, ഒരുത്തൻ രഫായിം താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയും ആയിരിക്കും. ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രത്തിൽ 2-3 കായോ, ഫലവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ 4-5 കായോ ഇങ്ങനെ കാല പറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തൻ്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശേര വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തൻ്റെ സൃഷ്ടാവിങ്കലേക്ക് തിരികെയും അവൻ്റെ കണ്ണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും. അന്നാളിൽ അവൻ്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജന ദേശം പോലെയാകും. അവ ശൂന്യമായി തീരും. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെ ഇരിക്കൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്ത് നിന്നുള്ള വള്ളികളെ നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു. എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പൊയ്പോകും. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം! അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ! അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. എങ്കിലും അവൻ അവരെ ശാസിക്കും. അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കാറ്റിൻ മുൻപിൽ പർവ്വതങ്ങളിലെ പതർ പോലെയും കൊടുങ്കാറ്റിൻ മുൻപിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും. സന്ധ്യാസമയത്ത് ഇതാ ഭീതി! പ്രഭാതത്തിനു മുൻപേ അവൻ ഇല്ലാതെയായി. ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കുമാകുന്നു.